വീഡിയോ വോയിസ് നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. വോയിസ് ഒരു 100 ദിവസം സർവൈവ് ചെയ്യണതിൻ്റെയാണ്. ഇന്നത്തെ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അയൺ ആർമർ വിത്ത് ഫുൾ അയൺ ടൂൾസ്, പിന്നെ ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കണം. എന്തായാലും ഒരു സർവൈവൽ ഒരു ഹൗസും കൂടി, ഒരു ചെറിയ ഹൗസും കൂടി ഉണ്ടാക്കാം. പിന്നെ നമുക്കൊരു വലിയ ഹൗസ് ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്ക് പറഞ്ഞ് ലാഗടിപ്പിക്കാണ്ട് നേരെ വീഡിയോയിലായിട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു മരം വെട്ടി തുടങ്ങാം. അതുകൊണ്ട് നേരെ ഒരു കേവും കണ്ടുപിടിച്ച് അവിടെ ഇറങ്ങി ഫുൾ അയൺ ആർമർ സെറ്റ് ചെയ്യണം. ഈ മരം എന്താണ് വെട്ടാൻ പറ്റാത്തത്? എന്ത് സ്പീഡാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ 2 മോഡ് പാക്കാണ് ആഡ് ചെയ്തേക്കണത്. റിസോഴ്സ് പാക്ക്, ഒന്ന് ടെക്സ്റ്റർ പാക്ക്, ഒന്ന് റിസോഴ്സ് പാക്കും. ഒന്നാമത്തെ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ബുഷി ലീവ്സും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നൈറ്റ് വിഷൻ പാക്കും. വെറുതെ കുറേ ടോർച്ച് ഉണ്ടാക്കി കളയേണ്ടി വരും, വെറുതെ കുറേ കോളൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ ഒരു നൈറ്റ് വിഷൻ പാക്ക്, ഞാൻ എപ്പോഴും ഇടാറുള്ള ഒരു നൈറ്റ് വിഷൻ പാക്കാണ് അത് തന്നെ ഇട്ടേക്കണത്. ഒരു അടിപ്പ നൈറ്റ് വിഷൻ പാക്കാണ്. ഇനി നമുക്കൊന്ന് കുഴി കുത്തിയിട്ട് ഒരു സ്റ്റോൺ മൈൻ ചെയ്യണം. ഒരു 20 സ്റ്റോണെങ്കിലും കിട്ടണം. എന്ത് സ്റ്റോണാണിത്? എനിക്ക് ഈ സ്റ്റോണല്ല വേണ്ടത്. ഗിവ് മി റിയൽ സ്റ്റോൺ. അയ്യോ, ഓ ഗൈസ്, നമ്മളെ മുടിഞ്ഞ ഭാഗ്യം. ഒരു അയണം കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ. ഗൈസ്, ഞാൻ ഒരു 20 സ്റ്റോൺ കളക്ട് ചെയ്ത് ഒരു ഫുൾ സ്റ്റോൺ ടൂൾസും ഒരു ഫർണസും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. എന്നിട്ട് നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യാം. 15 minutes later. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുൾ സ്റ്റോൺ ടൂൾസും ഒരു ഫർണസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റോണൊന്നും മൈൻ ചെയ്യണത് കാണിക്കാത്തത്, അല്ലെങ്കിൽ ഇവിടെ മൊത്തം ലാഗായിപ്പോൾ പടച്ചോനെ പൊട്ടിച്ച ബ്ലോക്കാണിപ്പോയി, മൊത്തം വെള്ളമായിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്ന് കയറിപ്പോട്ടെ. അയ്യോ കേസ്, നമുക്ക് ഈ കോളും കൂടെ എടുത്തേക്കാം, കാരണം ഫർണസ് ഇട്ട് കത്തിക്കേണ്ടതാണ്. കോളൊക്കെ എടുത്ത് കത്തിക്കണം. അപ്പോൾ ഇനി കോളൊന്നും എടുക്കാം. ഇത്രയും കോളുണ്ടോ? ശകനമാണിത്. ഇനി ഇങ്ങോട്ടൊന്ന് ബ്ലോക്കേജ് ഒന്ന് കയറിപ്പോട്ടെ. ഇങ്ങോട്ടല്ലേ? ഇനി ഇവിടെ ഒന്ന് ബ്ലോക്കൊന്ന് വെച്ച് കയറി പോകണം കറക്റ്റായിട്ട്. ഏകദേശം അങ്ങനെ ബ്ലോക്ക് വെച്ച് നമ്മൾ കയറിപ്പോയിട്ടുണ്ട്. ഇനി ഒരു കേവ് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് അവിടെ ചെന്ന് ഒന്ന് ഫുൾ അയൺ ആർമർ സെറ്റ് ചെയ്യണം. ഗൈസ്, ഇതൊരു അടിപ്പാൻ കേവാണെന്ന് തോന്നുന്നു. അതാണ് നമ്മൾ നേരത്തെ കയറി കൊടുത്തത് ഈ കേവിലാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് കുറച്ച് അയൺ കിട്ടിയില്ലായിരുന്നു. അതൊന്നും എടുത്ത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടേ ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിലേ നമ്മളെ സോംബീസൊക്കെ വന്നിട്ട് കത്തിച്ച് കൊന്നോളെ. ഈ കോപ്പറൊക്കെ എടുത്തേക്കാം. 1.26 1.25 ഏതാണ്ടൊക്കെ ഒരു അപ്ഡേറ്റ് കൂടെ ഇപ്പോൾ കോപ്പർ വഴി നമുക്ക് ആർമറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അടിപ്പനാണ്. ആർമറൊന്നും ഉണ്ടാക്കൂലെങ്കിലും ചിലപ്പോൾ ഉണ്ടാക്കും. ആർമർ ഉണ്ടാക്കൂല, ഞാൻ അതിന് ആർമറാണ് നേരെ എടുക്കാൻ പോണത്. പക്ഷെ നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്. കാരണം ഞാൻ കുറച്ച് കോപ്പറൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എവിടെയെങ്കിലും അയൺ കണ്ടുപിടിക്കണം. നല്ല വലിയ കേവാന്ന് തോന്നുന്നു. വാവ്, അടിപ്പൻ കേവാണ്. ഞാൻ എൻ്റെ അയൺ സ്മെൽറ്റ് ആയെന്ന് നോക്കിയിട്ട് നോക്കിയിട്ട് അത് വെച്ച് നമുക്കൊരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഒരു ബക്കറ്റും ഷീൽഡും 2 ക്രാഫ്റ്റിംഗ് ടേബിൾ കയ്യിൽ. എന്തിനാ എന്തോ. ഷീൽഡ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഒരു ബക്കറ്റ് പിക്കാക്സ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോഴൊന്നും ഡാമേജ് ചെയ്യാൻ പോണില്ലല്ലോ. ആൻഡ് എൻ്റെ ഷീൽഡ് കൈ പിടിച്ചേക്കാം. എന്തായാലും ഷീൽഡ് കാണാത്തത് എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ എടുക്കാം. സ്കിന്നൊക്കെ വരുന്നത് വേറെ നല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല സ്കിൻ എനിക്ക് വേണ്ടി തരാൻ പറ്റുമെങ്കിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ. ഞാൻ ഈ സ്കിന്നാണെങ്കിൽ കുറേ നേരം ഇടുന്ന് നോക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്തെടുത്ത്. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഗൂഗിളിൽ പോയിട്ട് കോപ്പ വല്ലതൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവന്നെ. എന്നെക്കാളും നല്ലത് എനിക്ക് എൻ്റെ സ്കിൻ തന്നെ നല്ലത്. ഞാൻ എന്തായാലും നിങ്ങൾക്കൊരു അടിപ്പൻ MLG ആവണ്ട. ഒരു അടിപ്പൻ MLG. നല്ല MLG ശക്തിയില്ലാന്നുണ്ട്. അടിപ്പൻ കേവിലായിട്ടാണ് നമുക്കൊന്ന് കയറി കൊടുക്കുന്നത്. അയൺ കിട്ടി. ഫുൾ അയൺ ആർമർ എന്നുള്ള ലക്ഷ്യം ഇപ്പോൾ തന്നെ നമുക്ക് സെറ്റാവുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇനി അയൺ കിട്ടും തോറും ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. ഓരോരോ സാധനം കിട്ടും തോറും. ഇത് എന്താണ് ഗൈസ്, ഇപ്പോൾ ഈ അപ്ഡേറ്റിലൊന്നും അയൺ നമുക്കൊരു ഇതില്ലല്ലോ. വായിക്കൊരു തന്നെയാണ്. ഞാൻ മൊത്തം അയണൊന്ന് എടുക്കട്ടെ ഗൈസ്.
ഗോൾഡ് ഉണ്ട് കുറേ, പക്ഷെ എനിക്ക് ഗോൾഡ് എടുക്കാനത്തില്ല. ഞാൻ എന്തായാലും അങ്ങാട് പോകണില്ല. ഡീപ് സ്ലൈറ്റിൻ്റെ അങ്ങാട് പോകണത് ഇത്ര സേഫായിട്ട് തോന്നില്ല എനിക്ക്. അവിടെ പോയിട്ട് ഇത്ര അയൺ പോയി കൊണ്ടുപോയി കളയണം. അപ്പോഴായിരിക്കും അടിപ്പനാണ്. എനിക്കാണെങ്കിൽ ഫുഡും ഇല്ല. എങ്ങനെയെങ്കിലും പെട്ടെന്ന് അയൺ കളക്ട് ചെയ്ത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഫുൾ ആർമർ ഫുൾ ടൂൾസിനുള്ള ആക്കട്ടെ. 18 അയൺ, എങ്ങനെയെങ്കിലും ഫുൾ അയൺ ആർമർ ആക്കട്ടെ. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഒപ്പം കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ കളിക്കാൻ കൂട്ടിക്കോളാം. അത് മാത്രമല്ല ഗൈസ്, ആദ്യത്തെ എപ്പിസോഡ് കാരണം എൻ്റെ അനിയത്തിയൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്ലെയർ സീരിയസ് ആക്കാൻ പറ്റുമോ നോക്കാം. ഇതൊന്നും എന്ത് ഈ അയൺ എടുക്കട്ടെ. അയൺ ഇനി ഈ അയൺ മൊത്തം എടുക്കണം. നിറയെ അയണുണ്ട്. ഫുൾ അയൺ ആർമർ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ നിറച്ചും ക്രീപ്പറൊക്കെ ഇപ്പോൾ ഉണ്ട്. ചാർജർ ക്രീപ്പർ ഞാൻ ഈ യൂസ് ഇട്ടാറണമെന്ന് തോന്നുന്നു. അങ്ങനെ കാണുന്നത് ചാർജർ ക്രീപ്പറായിട്ട്. അല്ലെങ്കിൽ നമ്മളൊന്നും വന്ന് ചെയ്യാനൊന്നും വേണ്ട. അതാണ് നമുക്ക് ഇങ്ങനെ നിൽക്കാം. പുറകെ നടി വരായിരുന്നാൽ മതി ചാവാൻ. 26 ആയൺ ഇപ്പം തന്നെ നമുക്ക് ഫുൾ ആർമർ ആക്കാനുള്ളതാണ് തോന്നുന്നു. 26 സെറ്റ് മതി തോന്നുന്നു ഫുൾ അയൺ ആർമർ ആക്കാൻ. അതിന് ടൂൾസും കൂടി ആക്കാൻ ഇത്രയൊക്കെ മതിയാവും. 32 അയൺ, 33 33 അയണായിട്ടുണ്ട്. നല്ലൊരു സ്പോൺ, പെട്ടെന്ന് തന്നെ അയൺ ആർമർ ആക്കാൻ പറ്റി. ഞാനിപ്പോൾ ഇങ്ങോട്ട് വാങ്ങിക്കാൻ ഉറപ്പായിട്ടും ചാവും, കാരണം ഞാനാണ് കളിക്കണത്. കാരണം നമുക്കിനി ഇവന്മാരെ ഒന്ന് പൊട്ടിത്തെറിപ്പിക്കണം. ഇനി ഇവിടെ വന്നിട്ട് ഈ അയൺ മൊത്തം എടുക്കണം. ഇവിടെ നിറച്ചു അയൺ. നമുക്ക് ഫുൾ അയൺ ആർമറോ അയൺ ടൂൾസോ ആകാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ മൊത്തം അതിനടുത്ത് മേളിൽ ചെന്ന് സ്മെൽറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ ലാഗിയായി പോകും. ഗൈസ്, ഞാൻ എങ്ങനെയോ മേളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച നിറച്ചും സോംബീസും നിറച്ചും സ്കെൽട്ടൺസും. രാത്രിയാണ് ഗൈസ്. നമുക്കിവിടെ ഒരു ബെഡ് ഇട്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ആക്കിയിട്ട് മേളിലാട്ടി കയറാം. ഗൈസ്, എനിക്ക് 47 അയൺ കിട്ടി അവിടെ നിന്ന്. 47 അയൺ. അത് മാത്രമല്ല, വേറൊരു ചട്ടി വന്നുണ്ട്. എനിക്കാണെങ്കിൽ വുഡില്ല, ബെഡ് ഉണ്ടാക്കാനും പറ്റില്ല. എങ്ങനെയെങ്കിലും ബെഡ് ഉണ്ടാക്കണം. മേലേക്ക് ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു കുറച്ച് വുഡ് കിട്ടുന്ന രീതിയിൽ നോക്കി നോക്കാം. ഒരു വുഡെങ്കിലും കിട്ടണം, എന്നാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. ഓ ഗൈസ്, നോ ചെല്ല് ഫൈറ്റ് ചെയ്യും. ഒരു വുഡ് മതിയാവും തോന്നുന്നു. മതിയാവും. ഭാഗ്യം. ഇപ്പം ചത്തന എൻ്റെ ഫുഡും ഇല്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയ. എന്താണ് ഗൈസ്, ഈ ലോകത്ത് ഇത്രയും വലിയ ഗതി കെട്ടാൻ ആരുണ്ടാവും? എന്താണിത്? ഒന്നും സമ്മതിക്കൂല. ബെഡ് ഇട്ടൊന്ന് കിടന്ന് ഉറങ്ങാം. എനിക്ക് വൂള് കിട്ടിയില്ല, ഞാൻ വൂളെടുത്തില്ല, മറന്നുപോയി. ഞാൻ എന്തായാലും ഇനി ഈ കൂട്ടിനകത്തുനിന്ന് രാവിലെ ആക്കട്ടെ. രാവിലെ കേട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ കേവിൽ വെറുതെ ഇരിക്കണ സമയത്ത് ഞാൻ എന്തായാലും 2 ഫർണസ് ഉണ്ടാക്കിയിട്ട് അയൺ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്, അയൺ ആർമർ ആവാൻ വേണ്ടി. പിന്നെ കുറച്ച് അയൺ വെച്ച് ഞാൻ ഇതും ഉണ്ടാക്കി. ഒരു പിക്കാക്സും ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് അയൺ വെച്ചിട്ട്. രാവിലെ ആവണില്ല ഗൈസ്, എന്താണിത്? എന്തായാലും ഞാൻ രാവിലെ ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഫൈനൽ എങ്ങനെ രാവിലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗൈസ് ആയിട്ടുണ്ട്. ഇനി മേളിൽ കയറിയിട്ടൊന്ന് ചാവണം. ചിലപ്പോൾ മിക്കവാറും ഇപ്പം ചാവും ഞാൻ. ഇപ്പം തന്നെ ചാവാൻ നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഇപ്പോൾ ചത്തിനാ പണിയാവും. പ്ലീസ് വേണ്ട. നോ. ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിക്കും, എന്നിട്ട് അവനെ കൊല്ലും. പ്ലീസ്. എനിക്ക് ഫുഡില്ല ഗൈസ്, എനിക്ക് ഫുഡില്ല. ഇതെങ്കിലും ഇത് തിന്നിട്ട് പോകും. ഇപ്പോൾ താഴെ വീണവരെ നമ്മൾ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ കോഴി പോയിസൺ അടിക്കും. അടിച്ചില്ല, ജസ്റ്റ് മിസ് ഗൈസ്. പോയിസൺ അടിച്ചിട്ടില്ല. അയ്യോ, ഇത് തന്നെ.
ഞാൻ എവിടെ മൈൻഡ് ചെയ്തെന്ന് മറന്നുപോയി. ഇപ്പോൾ വേറൊരു ചട്ടി. ഞാൻ കുറച്ച് ഫുഡ് കളക്ട് ചെയ്തിട്ട് വരാം ഗൈസ്. നമുക്ക് ഫുൾ അയൺ ആർമറാക്കാനുള്ള ഇതെൻ്റെ ഇരിപ്പുണ്ട്. അയണെൻ്റെ ഇരിപ്പുണ്ട്. നമുക്ക് ഇന്ന് തന്നെ ഫുൾ അയൺ ആർമറാക്കാൻ പറ്റും. ബേസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഫുൾ അയൺ ആർമറായിരിക്കും മിക്കവാറും. അപ്പോൾ തന്നെ വീഡിയോ നല്ല ലെങ്ത് ആയതുകൊണ്ട്. ഇവിടെ കോഴി മാത്രമേ ഉള്ളൂ. ഇത് എന്താണിത്, കോഴിയുള്ള പ്രദേശമോ? എന്നെയും കൂട്ടി 10-40 കോഴികൾ ഇവിടെ. എന്തൊരവസ്ഥയാണിത്, കോഴി മാത്രം. ഷീപ്പും ഇല്ല, ഒരു മാങ്ങയും ഇല്ല. ഫൈൽ ഷീപ്പിനെയും കിട്ടി. നമുക്കിത് എന്നിട്ട് കുക്ക് ചെയ്ത് തിന്നാം. ഇങ്ങനെ ഗൈസ് ഞാൻ എൻ്റെ ബേസിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫുഡൊക്കെ കളക്ട് ചെയ്തിട്ട് ഇനി ഫുഡൊക്കെ ഒന്ന് കുക്ക് ചെയ്യണം. കുക്കായിക്കൊണ്ടിരിക്കണതാണ്. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബേസ് ഉണ്ടാക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്. ബേസ് ഉണ്ടാക്കില്ല, നമ്മൾ ഈ അയൺ ആർമർ അയൺ ടൂൾസ് മാത്രം ഇരിക്കുന്നതാണത്. നാളെ എൻ്റെ അനിയത്തിയും കൂടെ ഉണ്ടാവും. അപ്പോൾ നാളെ ആയിരിക്കും നമ്മൾ ബേസും വില്ലേജും കണ്ടുപിടിക്കണത്. വില്ലേജ് കണ്ടുപിടിക്കാൻ വേണം കുറേ നേരം എടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്തേനാ. ഇപ്പം തന്നെ മടുപ്പാണ്, കുറേ നേരമായി. അടിപ്പം ചിക്കൻ എന്തോ തിന്നണം. തിന്ന് തടി വെക്കുന്ന മിക്കവാറും. എനിക്കൊരു ലെഗിൻസും ഒരു ഹെൽമറ്റും കൂടി കംപ്ലീറ്റ് ആയിക്കണം. ഒരു ഗോള് കഴിഞ്ഞ കേസ്. അപ്പോൾ ടക്കോ ഇത് കാരണം ഇങ്ങനെയൊക്കെ പതുക്കെ പോവാം. കുറച്ചും കൂടി നാളെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടിപ്പനായി വരാം. ഇനി ഇതും കൂടി കത്തിക്കാൻ വെക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് അയണൊക്കെ ഫുൾ അയൺ ആർമറും അയൺ ടൂൾസൊക്കെ ആക്കാനുള്ള അയണൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് കത്തി തുടങ്ങിയിട്ടുണ്ട്. അയൺ ടൂൾസ് ഇപ്പോൾ ആവും തോന്നുന്നു. ബ്രോ ആയിരിക്കുന്നു. ഇങ്ങനെ ഫുഡ് മുഴുവൻ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് മൊത്തം ഇനി കത്തിച്ച് കളയണം. കത്തിച്ചല്ല, ഇവിടെ ഇങ്ങനെ ചെയ്യാം. ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഒന്നും പറയാതെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഫുൾ അയൺ ആർമർ. ഇനി ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും എടുത്തെറിയുക. ഈ ഇതും കൊണ്ട് പിന്നെ എൻ്റെ അനിയത്തി വരുമ്പോഴത്തേക്കും അവൾക്ക് ഞാൻ ചിലപ്പോൾ മൊത്തം ഇതും കൊടുക്കും, കോപ്പർ. അത് കാരണം കോപ്പർ ഞാൻ കളയാനില്ല. എൻ്റെ ഫുഡ് അത്യാവശ്യം നല്ല ഡിപ്പെൻഡായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം മതി, എനിക്ക് ഫുഡായിട്ട് ഇത്ര മതിയാവും. അല്ലെങ്കിൽ ഷോർട്ട് കഴിക്കും, തടി വെച്ച് തന്നെ. അപ്പോൾ നേരെ നമുക്കിനി പുറത്തിറങ്ങിയിട്ട് കുറച്ച് നേരം നമുക്കിങ്ങനെ വില്ലേജ് അപ്പി നടക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗൈസ്. സ്നേഹങ്ങളെ കുറേ നടന്നു പോകാം. വില്ലേജെല്ലാം കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ ഈ സ്കിന്ന് ചിലപ്പോൾ ഇന്ന് തന്നെ മാറ്റും. എനിക്ക് നല്ല ബോറടിക്കുന്നുണ്ട് ഈ സ്കിന്ന്. അയ്യോ, നൈറ്റ് ആവാറായി. ഞാൻ എൻ്റെ ബെഡും ഉണ്ടാക്കിയില്ല. കേസ് നമുക്കൊരു ബ്രൗണി ബെഡ് ഉണ്ടാക്കാം. നമുക്കിനി വില്ലേജ് അപ്പി പോവാം. വില്ലേജ് കിട്ടണമെങ്കിൽ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ Hey, I've seen this one. This is a classic. എൻ്റെ ഗൈസ്, അങ്ങനെ നമുക്ക് വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, അടിപ്പൻ സ്പോണ്. ഫുൾ അയൺ ആർമർ വിത്ത് വില്ലേജ്. ചിലപ്പോൾ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യും. ഒരു വീടുണ്ടാക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വെറുതെ കുറേ സമയം പോകും. നമുക്ക് ഈ വില്ലേജ് മൊത്തം അങ്ങോട്ട് തൂത്ത് വാരാം. ഓക്കെ, നമ്മുടെ വില്ലേജേഴ്സൊക്കെ കിടപ്പുണ്ട്. നമുക്കെന്നാൽ കിടക്കാം. പിന്നെ ബേസ് നമ്മൾ വില്ലേജിൻ്റെ തൊട്ടടുത്തൊന്നും ഉണ്ടാക്കാൻ പോകണമൊന്നുമില്ല. ബിക്കോസ് ബേസിൻ്റെ വില്ലേജിൻ്റെ തൊട്ടടുത്തുണ്ടാക്കിയാൽ ശോകവും വില്ലേജേഴ്സിൻ്റെ സൗണ്ടും മൊത്തത്തിൽ അലമ്പാവും. കണ്ട ഗൈസ്, ലെതർ ബോഡി ഇതൊക്കെ ആർക്ക് വേണം? പിന്നെ ഗൈസ് കണ്ട ഫുൾ അയൺ ആർമർ.
ഫുൾ അയൺ ആർമർ, ഫുൾ ടൂൾസ്, ഫുൾ പവർ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യണ്ട, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ ഒരു 5 ലൈക്ക്, മാക്സിമം ഒരു 5 ലൈക്ക് എങ്കിലും തരിക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇറക്കുന്നതായിരിക്കും. പെട്ടെന്നൊരു 5 ലൈക്ക് ഇന്ന് തന്നെ എപ്പിച്ചുതരാം. അങ്ങനെയാണെങ്കിൽ നാളെ സെക്കൻഡ് പാർട്ട്. നമുക്ക് ഈ അയങ്കോളത്തിനെയും കൂടി തല്ലി തീർത്തിട്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. പാടുന്നുണ്ട്. അയ്യോ അവന് സേവാ, അവൻ ഇത്തിരി പ്രൊഫഷണലാണ്. ഈ അയങ്കോളത്തിനെയൊക്കെ തല്ലിക്കൊല്ലണ കേസിൽ ഒരു ബ്ലോക്ക് ഓട്ടിയേക്കാം. ഏകദേശം അങ്ങനെ നമ്മൾ അയങ്കോളത്തിനെ തല്ലിക്കൊന്നുണ്ട്. അപ്പോൾ വയസ്സ് നമ്മൾ ഇന്ന് 2 ഗോളേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു ഗോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. നമ്മൾ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. സോ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാനാണ്. ഓക്കെ, ബൈ, സൈനിങ് ഓഫ്.